ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ പറ്റി, എന്തോ ഒരു ഉന്മേഷമില്ലാത്ത ഇന്നലത്തെ നമ്മളൊക്കെ ആദ്യം ഒരു സുഖമില്ല എന്നുള്ള ഒരു വിഷമം നിറഞ്ഞത് അല്ലേ? സാറില്ല, നമുക്ക് വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് അടുത്ത കഥ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പിന്നെ എക്സാം ഒക്കെ കഴിയാനായി, സ്കൂളൊക്കെ വിട്ടാനായി. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെങ്കിൽ അമ്മമാർക്ക് സന്തോഷമല്ലേ? എനിക്ക് അങ്ങനെയാട്ടോ. എൻ്റെ മക്കൾക്ക് സ്കൂൾ വിട്ടുപോക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അങ്ങനെയാണ്. എനിക്ക് സ്കൂൾ വിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സ്കൂളൊന്നും പോകാനേ ഇഷ്ടമല്ലേ. പിന്നെ എങ്ങനെയെങ്കിൽ വെള്ളി വരെ പോകും, പിന്നെ ശനി ഞായർ ലീവ്. തിങ്കളാഴ്ച അങ്ങനെ മടിച്ച് നിൽക്കുക, അങ്ങനെ ഒരു പഠിപ്പേനിൻ്റെ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലീവാകുമ്പോഴേക്ക് സന്തോഷം കേട്ടോ. അങ്ങനെ ചില അമ്മമാരൊക്കെ സ്കൂളുണ്ടായിക്കോട്ടെ, പിള്ളേർ സ്കൂളിൽ പോയാൽ സ്വൈര്യത്തിലിരിക്കുക. ഞാൻ അങ്ങനെ വിചാരിക്കില്ല കേട്ടോ. അങ്ങനെയൊന്നും ഒരു അമ്മമാർ വിചാരിക്കില്ല അല്ലേ? വെറുതെ പറയുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ ഒക്കെ. അപ്പം നമുക്ക് ഇന്നലെ പറഞ്ഞ കഥയിലൊക്കെ കുറച്ച് സങ്കടങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ നമ്മൾ ആ കഥയ്ക്ക് സമാപനം കുറിച്ചു. പിന്നെ ഇനി അവരുടെ മകളുടെ കഥയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പകുതി എത്തിയതിൻ്റെ ശേഷമാണ് വെറുതെ കുറച്ച് വന്നത്. അപ്പോൾ അവരെ കാര്യം പറഞ്ഞാലല്ലേ ഇവളെ കഥ പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കഥ, പക്ഷെ എനിക്ക് ആ കഥ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ വിചാരിക്കും ഇച്ചിരി കൂടി റൊമാൻസൊക്കെ എഴുതാമായിരുന്നു. പക്ഷേ നമ്മളെ ഇതിലെഴുതിയല്ലേ വായിക്കുക, നമ്മളെ ഈ ബുക്കിൽ കൊള്ളണ്ടേ. അപ്പം നമ്മൾ ഈ 15 മിനിറ്റ് ഇങ്ങനെ വിശേഷം പറഞ്ഞിട്ട് പോകാൻ പറ്റൂല. അപ്പം നമുക്ക് കഥയിലേക്ക് പോകട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ സ്നേഹം എൻ്റെ കുട്ടികൾക്ക് തന്നുകൊണ്ട് നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നമ്മളെ ഹരി അങ്ങോട്ട് കയറി വരുന്ന അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഹരി പറയാം, അല്ല ഇവിടെ എന്താ കരച്ചിൽ മത്സരം നടക്കണോ? എന്നാ പിന്നെ അന്നത്തെ പരിപാടിയിൽ ഒരു ഇനം കൂടി ചേർക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ, അന്ന് പാട്ടും തോറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ ചേർക്കായിരുന്നു ഈ കരച്ചിൽ മത്സരം. അപ്പം അമ്മച്ചേരെ ചെറുക്ക അവിടെ നിന്ന് എനിക്ക് എപ്പോഴും ഈ തമാശയൊന്നും എല്ലാവർക്കും പിടിക്കൊന്നുമില്ല. സങ്കടം പിടിച്ച് നിൽക്കുന്ന സമയത്തൊന്നും പിടിക്കൊന്നുമില്ല എന്ന് ചെറിയൊരു പരിഭവത്തിൽ പറയും. അപ്പം എൻ്റെ അമ്മച്ചി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് രണ്ടാളും കരഞ്ഞ് ഞാനും കൂടി കരഞ്ഞാൽ പിന്നെ കണ്ണീരൊഴുകി ഇവിടെ ഒരു കണ്ണീർ പുഴ എന്നെ ഉണ്ടാവും. പിന്നെ അതിൽ പെണ്ണുങ്ങൾ വന്ന് തിരുമ്പ് കുളിക്കാനൊക്കെ വരും. അത് പെണ്ണുങ്ങൾ പുഴയിലൊക്കെ നമ്മളെ കുളത്തിലൊക്കെ കുളിക്കാൻ പോകുന്ന കാലമായിരുന്നു. അപ്പം ഞാനൊരു തമാശ കോമഡി പറഞ്ഞ ഇപ്പം അതൊരു സുഖം തോന്നില്ലല്ലേ. അപ്പം നമ്മളെ മനുഷ്യന് അത് കേട്ടോ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന അവള് ഒന്ന് ചിരിക്കും കേട്ടോ. ചിരിച്ചപ്പോൾ പിന്നെ അവൻ പറയും, പിന്നെ അമ്മച്ചിയെ, പിന്നെ കരഞ്ഞാലും സങ്കടം ഓർത്തോർത്ത് കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാ പിന്നെ നമുക്ക് ഓടിച്ചാടി നടന്ന് സന്തോഷിച്ച് ഉല്ലസിച്ച് അങ്ങനെ നമുക്ക് മരണത്തിനൊക്കെ പുൽകുന്നല്ലേ നല്ലേ പറയാം ഇല്ലേ മഞ്ജു നിൽക്കും. അപ്പോൾ എനിക്കറിയൂല എന്നുള്ള തോള് കുലുക്കി കാട്ടും. അപ്പം അമ്മച്ചി എന്ത് ചെയ്യും, മെല്ലെ എണീച്ച് പോയി ഒരു മുറ്റടിക്കാനുള്ള ചൂലെടുക്കാൻ പോകും. അപ്പോൾ അവൻ ചോദിക്കും, എന്താ പെണ്ണെ നിനക്കൊന്നും അറിയൂലേ? അപ്പോൾ അറിയില്ലെങ്കിൽ അവളേക്ക് പഠിപ്പിക്കുമോ? പഠിപ്പിക്കുന്നുണ്ട്, കൈമ കിട്ടട്ടെ എന്നറിയാം. അപ്പോൾ അവളറിയും കിട്ടിയാലല്ലേ. അപ്പോൾ പറയും, എൻ്റെ പൊന്നെ ആശിച്ച് പോയി നിരാശപ്പെടുത്തല്ലേ, സങ്കടപ്പെടുത്തല്ലേ. അപ്പോൾ ഇല്ലയെന്ന് കണ്ണോണ്ട് കാട്ടും. അപ്പോൾ അങ്ങനെ ചെറിയമ്മ മുറ്റടിക്കില്ലേ. അപ്പോൾ അവൾ ചോദിക്കും, എന്താ ഇന്ന് നേരത്തെ അങ്ങോട്ട് വന്നതെന്ന് നോക്കി. അപ്പോൾ പറയും, എനിക്ക് ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ പോകാൻ പറ്റിയില്ല, കടയിലേക്ക് പോയി. പിന്നെ ഇന്ന് ഫുള്ള് ഓട്ടപ്പാച്ചിലാണ്, കടയിലും പോയില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ 3 മണി ആവുന്നു, ഞാൻ വേഗം പോവാണ്. അപ്പോഴേക്ക് എന്താ ഇത്ര അത്യാവശ്യം എന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ച വീട് ശരിയായിട്ടുണ്ട്, നാളെ എന്തായാലും മിക്കവാറും ഒക്കെ റെഡിയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കണം, ബാക്കി രജിസ്റ്റർ കഴിഞ്ഞിട്ട് എന്ന് പറയും. അപ്പോൾ അവൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയമ്മ കയ്യും കാലും ഒക്കെ കഴുകി അത്തോടെ വന്നിട്ട് ചോദിക്കുക, അല്ലേ ചെറുക്ക, പിന്നെ നിനക്ക് കറി വേണ്ടേ? നമ്മളെ കറി തരണം നൈറ്റിലെന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ അവൾക്ക് പലഹാരമൊക്കെ കൊടുത്തിട്ട് പോയതാണല്ലോ. അപ്പം പിന്നെയല്ലേ നമ്മളെ അച്ഛൻ്റെ അമ്മൻ്റെയൊക്കെ കഥ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് മറന്നു കൊണ്ടാച്ചിട്ട് ഓർമ്മപ്പെടുത്തി കേട്ടോ. അങ്ങനെ അപ്പം പറയും, വേണ്ട ഞാൻ രാത്രി വരണ്ടേ, അപ്പം മതി എന്ന് പറയും. അങ്ങനെ അവൻ എടുക്കപ്പെട്ട് പോയി കുറച്ച് കഴിഞ്ഞ് അവർ പിന്നെ ചെറിയമ്മ പറയും, കൈയും കാലും മുഖമൊക്കെ കഴുകി അങ്ങനെ വിളക്ക് കത്തിക്കാനുള്ള റെഡിയായപ്പിലൊക്കെ ആവും.
അപ്പോൾ ജിഷ വരുന്നു. അപ്പോൾ ജിഷ വന്നാൽ പിന്നെ ജിഷാറെ എന്തൊരു രസം ഉണ്ടായി നിൽക്കും. അപ്പോൾ എന്താണ് നിൽക്കും ഇവിടെ പറയും, ഞങ്ങൾ വരുന്ന വയ്ക്കും ഹരിയേട്ടൻ്റെ പോകണം. ഹരിയേട്ടൻ പറപ്പിച്ച് വന്ന് എൻ്റെ കൂടെ ഉള്ള പെണ്ണിനെ അടിക്കാൻ പോയി. അപ്പോൾ പിന്നെ ആ പെണ്ണിൻ്റെ അടുത്തുനിന്ന് നല്ല ഒത്തിരി കേട്ടേക്കുന്ന വളിച്ച മതി വെച്ച് പോയിക്കുന്ന പറയും. അപ്പോൾ വിളിക്കും ആണോ? അപ്പോൾ അവളെ മനസ്സിലായിരിക്കും അയ്യോ എന്നിട്ടോ നിൽക്കും ചെറിയമ്മ. അപ്പോൾ പറയും പിന്നെ അങ്ങോട്ട് പറപ്പിച്ച് പോയി. എന്താണാവോ ഇത് എങ്ങോട്ടൊക്കെ അങ്ങനത്തെ പോക്കുന്നവർക്ക് അറിയാമെന്നറിയാം പിന്നെ. അപ്പോൾ വിളിയായിരിക്കും എന്താ ഇപ്പോൾ ഇങ്ങനെ പോയാൽ ഇവിടെ ഇടിച്ച് വീഴോ അങ്ങനെയൊക്കെ ഒരു മൈൻഡായി അവളെ മനസ്സിലിപ്പോൾ. ഹരിന്നുള്ളൊരു നല്ലൊരു ഓർമ്മകളും സുഖമുള്ള നൊമ്പരങ്ങളും ഒക്കെയാണ് ഇപ്പം മനസ്സിൽ. പിന്നെ അങ്ങനെ പിന്നെ ജിഷ വന്ന് പിന്നെ ചോറ് തിന്നേക്കും. ചോറ് തിന്നുമ്പോൾ അവള് പിന്നെ ചോറൊക്കെ തിന്നു കഴിഞ്ഞ് അങ്ങനെ ഇവള് പാലൊക്കെ പിന്നെ അവിടെ ഹരീൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന സമയത്ത് മഞ്ജു ചോദിക്കുക പിന്നെ കുറേ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം കുറേ കഴിഞ്ഞ് അപ്പം ചോദിക്കും പിന്നെ ചോറൊന്നുന്ന സമയത്ത് ഇവള് വന്നിട്ട് പറയും അതാ ഞാൻ ചോറൊന്നും എന്തോ പറഞ്ഞില്ലല്ലോ എന്നാലേക്ക്. പിന്നെ നമ്മൾ എത്ര വട്ടം വായിച്ചാലും മറവിനോ കാട്ടോ. നമ്മൾ മറ്റേ കഥയിൽ നമുക്ക് ഒരു മറവിയില്ലേന്. കാരണം കുറേ പേജുകളൊക്കെ അതിന് മിസ്സായിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല ഭാഗങ്ങളൊന്നും ഒഴിവാക്കിയില്ല. അപ്പോൾ ഇവള് പറയും പിന്നെ മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ്, പിന്നെ ഡാഡി പിന്നെ പൈസയും കത്തൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് കുറച്ച് ദിവസമായി. ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണേ ചേച്ചി എനിക്ക് വിട്ടുപോയതാ. ഇപ്പം എന്താ പറയാൻ കാരണം പറയാം ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകണം ശനിയാഴ്ച നിനക്ക് ലീവല്ലേ അതുകൊണ്ട് ചോദിക്കുകയാണ് നിനക്ക് ലീവ് ഉള്ള ദിവസം വേണ്ടേ പോവാൻ, ഞായറാഴ്ച അല്ലേ ബർത്ത്ഡേ. അപ്പോൾ പറയും എന്തൊക്കെ പിന്നെ വാങ്ങാനോ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളാൻ പറഞ്ഞു. പിന്നെ ജിഷയ്ക്ക് എന്താ വെച്ചാൽ വാങ്ങിച്ചോളൂ അത് വെറുതെ പറയല്ലേ ചേച്ചി. അവർ സത്യം ഡാഡിക്ക് എഴുതാൻ മറന്നെന്നുള്ളൂ. ഡാഡിക്ക് അതിന് കണക്കാക്കി എനിക്ക് പൈസ അയച്ചു. അപ്പോൾ എന്തായാലും മോൾക്കൊക്കെ വാങ്ങുന്നു ഡാഡിക്ക് അറിയാമെന്ന് അറിയുള്ളൂ. അങ്ങനെ ജിഷ നല്ല ഹാപ്പിയിലായിരിക്കും. അങ്ങനെയാണ് ഈ പാല് കൊണ്ടുവച്ചെന്ന് ഇവിടെ ചോദിക്കുന്നതാണ്. അവിടുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം പാലൊക്കെ കൊണ്ടുവച്ച് ഒരാവി. അപ്പോൾ ഇവളോട് ചോദിക്കും പിന്നെ ജിഷേ ഹരി വന്നോ? അപ്പോൾ ഇല്ല ചേച്ചി ഞാൻ അടുത്ത റൂമിൽ ഏൽപ്പിച്ചിട്ട് പോരേ. ഹരിയേട്ട ഉണ്ടാവില്ലല്ലോ അവിടെ പാലുണ്ടാവും, ഞാൻ എപ്പോഴും അവിടെ അങ്ങനെ ഏൽപ്പിച്ചിട്ടാ പോരാ. അപ്പോൾ എന്താ ചേച്ചി ഒന്നുമില്ല അറിയാം. അപ്പോൾ വിളിക്കും ചേച്ചി എന്തിപ്പോൾ ഹരിയേട്ടനെ കുറിച്ചൊക്കെ ചോദ്യമൊക്കെ മനസ്സിൽ വിചാരിക്കട്ടോ ചോദിക്കില്ല. എന്തിപ്പോൾ ഹരിയേട്ടനെ കുറിച്ചൊക്കെ ഒരു ചോദ്യം. പിന്നെ ഹരിയേട്ടൻ്റെ തമാശയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആർക്കും ഹരിയേട്ടനെ ഇഷ്ടമാവും അതുകൊണ്ടായിരിക്കും അവൾ വിചാരിക്കും. അങ്ങനെ നമ്മളൊന്ന് വായിക്കാൻ പോയതിന് അങ്ങനെ പിന്നെ നൈറ്റിലിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിന് മോളെ പിന്നെ അപ്പോൾ വളരെ ശനിയാഴ്ച എനിക്ക് ലീവ് ആയിരിക്കും അങ്ങനെ പോവാന്നുള്ള ഒരു ഹാപ്പിയിലൊക്കെ ആയിരിക്കും ജിഷ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയും എനിക്ക് ഇത് പൈസ ഒന്ന് മാറണം ചെക്കൊന്ന് മാറണം അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ചെറിയ മോനെ അയ്യോ ഹരിയല്ലേ ബാങ്കിലേക്ക് പോയാൽ അവൻ്റെ അതിൽ അങ്ങോട്ട് മാറായിരുന്നില്ലേ പൈസ എന്നൊക്കെ പറയും. അപ്പോൾ പറയാം അപ്പോൾ എനിക്കത് ഓർമ്മയില്ലേ ചെറിയമ്മേന്ന് പറയും. ഇനി പോട്ടെ ഇനിയിപ്പോൾ നാളെ ഞാൻ തന്നെ പോയിട്ട് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് ചെക്കൊക്കെ മാറാന്നൊക്കെ പറയും. അങ്ങനെ നാളെ പോയി മാറാന്ന് പറഞ്ഞു അക്കൗണ്ടൊക്കെ അപ്പം ഞാൻ എടുത്തത് അന്ന് അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചെറിയച്ഛൻ വൈകുന്നേരമാതിരി കാപ്പിലും കുളിച്ച് വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് അതിനെ പറ്റിയിട്ടും കുറേ ഒരു പേജൊക്കെ ഉണ്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് എന്നും കവലയിലേക്ക് റോട്ടിലേക്ക് മെല്ലെ പോവും. എന്നിട്ടൊരു 8-8:30 ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് തിരിച്ചു വരും. അവിടെ സ്നേഹിതന്മാരൊക്കെ ആയിട്ട് കുറച്ച് ഒക്കെ പറഞ്ഞിരിക്കും അതിന് പോണത്. അപ്പോൾ പോകുമ്പോൾ ചെറിയമ്മ അറിയും കാണുമ്പോൾ വേഗം അങ്ങോട്ട് പോരുന്നുണ്ട് ഞാൻ നല്ല പിന്നെ രാത്രിയാവാൻ നിൽക്കണ്ടാറ്. അപ്പോൾ അയാൾ എന്തൊക്കെയോ പറഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവളെന്ത് ചെയ്യും ജിഷ എഴുതാൻ വന്നിരുന്നാൽ ഇവൾ വേഗം പോയി ചെറിയച്ഛൻ്റെ ചാരുകസേര കണ്ടുണ്ടോ തുണീൻ്റെ ചാരുകസേര ഇങ്ങനെയല്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒക്കെ ട്രെൻഡ് രണ്ടാമത് ഇപ്പം നല്ല നല്ല എന്താ പറയുക നല്ല നല്ല വീടുകളിലൊക്കെ പഴയ കാല ഓരോന്നും ഇപ്പോൾ ഒരു പുതുമോടിയായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക ചാരുകസേരയിൽ അങ്ങനെ മലർന്ന് കിടന്നിട്ട് കണ്ണുമ്പി കിടക്കും. അപ്പോൾ അവൾക്കറിയാം ഹരി വരാനായിട്ട്. അപ്പോൾ അതൊരു മൂലയിലായിരിക്കും ആ കസേര ഉണ്ടാവും, കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടായിരിക്കും ജിഷ ഇരിക്കുന്നിടത്തൊന്നാവില്ല. അങ്ങനെ ഹരി കയറി വരും. ഹരി കയറി വന്നാൽ പിന്നെ ചെറിയമ്മ അല്ല ഇവള് വയ്ക്കും ഹരിയേട്ടാ
വിളിക്കും ജിഷ. അപ്പോൾ അവൾ കേൾക്കും. അവൾ കേൾക്കാത്ത മാതിരി കണ്ണടച്ച് ഇരിക്കും. അപ്പം ഇവളെ ഞാനൊന്ന് വായിക്കാൻ വരുന്നുണ്ട്. അപ്പം ഇവളെ ചെറിയമ്മ ചോദിക്കും, മോനെ പോയ കാര്യം എന്തായി, ഈ ബാങ്കിലൊക്കെ പോയ കാര്യം ഉണ്ട്? ഇല്ല അമ്മച്ചി, ഞാൻ നേരെ കടക്കി വിട്ട്. ഇനിയിപ്പോൾ പിന്നെ നാളെ പോവാം ബാങ്കിൽ. നാളെ 10 മണിയാകുമ്പത്തിന് പോവാന്ന് വിചാരിക്കുകയാണ്. ഇന്ന് പോകാൻ പറ്റിയില്ല, ഇന്ന് കടയിലൊന്നും പോയില്ല. അപ്പം ഒരു ദിവസം പോലും അവിടെ പോകാണ്ടക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടാണ് പോയതെന്ന് പറയും. അപ്പോൾ പറയും, ഇന്നൊരു രസം ഉണ്ടായി, വയാടി ഇവിടെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ജിഷ പറയും, ഓ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് അറിയണനെ കൊണ്ട് ഇവിടെ വന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാര്യം പറയാത്ത ആളാണല്ലോ. പിന്നെ ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് വയന്ന് കേട്ടില്ലേ, ആ പെണ്ണിനെ കുത്തം പറ്റിയ ആ പെണ്ണ്. അപ്പം ചെറിയ വയ്ക്കും, എന്താ മോനെ എനിക്ക് നോക്കിയും കണ്ടൊക്കെ ഒന്ന് വണ്ടി ഓടിച്ചിടും. അമ്മച്ചി, ആ പെണ്ണ് സ്വപ്നലോകത്ത് നിന്ന് നടന്നു വന്ന് എൻ്റെ മുന്നിലേക്ക് വന്നതാണ്, അതാണ് പ്രശ്നം എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ ചെറിയമ്മ പറയും, പിന്നെ ബാങ്കിൽ പോയിട്ട് കാര്യം നടന്നില്ലല്ലേ മോനെ, ഇന്നാ പിന്നെ മഞ്ജുമോളെ ഡാഡി പൈസ അയച്ചിട്ടുണ്ട്, അപ്പോൾ ബാങ്കിൽ പോയി മാറണം, എൻ്റെ കൂടെ വന്നാൽ ഒന്ന് മാറിയൊക്കെ കിട്ടിയിരുന്നു. അതിനെന്താ അമ്മച്ചി, നാളെ 10 മണിയാകുമ്പോൾ റെഡി ആയിക്കോളാൻ പറയും. നമുക്ക് മനസ്സിലെല്ലാം സന്തോഷമായി പോയിട്ടോ. ആളവിടെ പോയി നിൽക്കും, കണ്ടുണ്ട് കാണാത്തരി. അപ്പോൾ പറയും, അതാ അവിടെ ഇരിക്കണ. ഞാൻ വിചാരിച്ച് മാധവൻ നായരാണോ അതെന്ന്. ഇപ്പം ഓള് മിണ്ടാതെ അങ്ങനെ തന്നെ കണ്ണടച്ച് കുത്തിരിക്കും. അപ്പോൾ പിന്നെ 36 വന്ന കാലിൽ നിൽക്കാണ്ട് കയറി ഇരിക്കട മോനേന്ന് അറിയും. അത് പറഞ്ഞോന്നറിയില്ല. അപ്പോൾ ചാരടി കയറിയിരിക്കും. അപ്പോൾ ചാരടി കയറി കൊണ്ട് ജിഷനോട് പറയും, ജിഷ ഇപ്പം ചിലർക്കൊന്നും ഇമ്പളെ കാണൂല, കയ്യിൽ നല്ല പൈസ ഉണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ടായിരിക്കും നമ്മളെ കാണാത്തറിയാം. അപ്പോൾ ജിഷ ഇല്ലടി നിൽക്കും. അപ്പോൾ ജിഷ എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചേച്ചി അനിയത്തി ഒരു കെട്ടാവുമല്ലോ, നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരു വെറും പൊറുമ്പോക്കാണല്ലോ എന്നറിയും. അപ്പോൾ ജിഷ അറിയാം, ആരേട്ടാ ഒരു കാര്യം ഉണ്ട് കേട്ടോ, സർപ്രൈസാണ്, എന്നാലും വേണ്ടിയില്ല ഞാൻ പറയാമെന്നറിയാം. അപ്പോൾ അവൻ പറയും, എനിക്കൊന്നും കേൾക്കണ്ട, ഒരു പേന ദിശ എഴുതാൻ കൊണ്ടുപോയിട്ട പേന ഉണ്ടാവും, കുറേ പേന കൊണ്ടുപോയിടല്ലോ, അതിന് ഒരു പേന എടുത്ത് ഇങ്ങനെ കുത്തി വരച്ചും കൊണ്ട് പോകണം, അങ്ങേ തലക്കിലിരിക്കല്ലേ, ആരും നിന്ന് രസമുണ്ട്. അപ്പം കുത്തി വരച്ചും കൊണ്ട് അവൻ പറയും, എനിക്കൊന്നും കേൾക്കൊന്നും വേണ്ടാന്നറിയാം. അപ്പടി മഞ്ജു എന്ത് ചെയ്യും, ആ ചാരിക്കസേരയിൽ നിന്ന് നൂറിനിരുന്നിട്ട് ഇങ്ങനെ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും, എടി കേൾക്കണ്ടാത്തവരോട് പറയും വേണ്ടെന്ന് പറയും. അപ്പോൾ അവൻ പറയടി ജിഷ എന്താണെന്ന്. അപ്പോൾ മിണ്ടാണ്ടിരുന്നപ്പോൾ അവൻ പറയും, ഈ പറഞ്ഞില്ലെങ്കിലേ എൻ്റെ കൈവശ ഒരു സാധനം ഉണ്ട്, അത് എനിക്ക് തരൂലെന്നറിയും. അപ്പടി ജിഷയ്ക്ക് പേടിയായി. കാരണം വെച്ചാൽ 2 ദിവസമായി മനോജ് നാട്ടിൽ പോയിട്ട് വന്നില്ല. വന്നപ്പോൾ എന്നെ കാണാത്തതിനെ കൊണ്ട് എന്തെങ്കിലും ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഹരിയേട്ടൻ്റെ കൈവശം കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഇടയ്ക്ക് ഒരു പതിവുണ്ട്. അപ്പടി അവള് വേഗം മഞ്ജു കാണാണ്ട് ഹരിയേട്ടനെ നോക്കി കണ്ണുരുട്ടി പറയരുത് എന്നുള്ള. അപ്പോൾ പറയും, ഞാനതിന് പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മീനാക്ഷിയമ്മ അവിടെ ഇരുന്ന് ഒരു വാരിക എടുത്ത് ആ കണ്ണാടിയും വെച്ച് അതിങ്ങനെ വായിച്ചും കൊണ്ടിരിക്കുക. പിള്ളേർ ഓരോ ശ്രുതികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരി പറയടി ജിഷ എന്താ പറയുന്നറിയും. അപ്പോൾ പറയും, ഹരിയേട്ടാ നമ്മളെ മഞ്ജു ചേച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച, അന്ന് ഞങ്ങൾ പായസം വെച്ച് ഹരിയേട്ടന് അതിൽ മുക്കാനാണ് ഞങ്ങളെ പ്ലാൻ എന്നറിയാം. അത് കേട്ടതും നമ്മളെ ഹരിയുടെ മുഖം എന്തോ മഴക്കാറ് വന്ന മാനം പോലെ ആയിപ്പോയിട്ടോ, കറുത്തുപോയിട്ടോ. അപ്പോൾ അത് കണ്ട മഞ്ജു അവനെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ്, അതിന് ഹരിന് മുക്കാളൊരു ചെമ്പ് എവിടുന്ന് കിട്ടുമെന്ന് ഞാൻ ആലോചിക്കുക ഇനി ഇവിടെ കിടന്നിട്ട് എന്ന് പറയും. അപ്പോഴും അവനൊന്നും മിണ്ടില്ല. അവൻ പറയും, എന്നാ ശരി എന്ന് പറഞ്ഞാൽ അവൻ നീച്ചിട്ട് ഞാൻ എന്നാ പോട്ടെ അറിയുമ്പോൾ ചെറിയമ്മ ബുക്കൊക്കെ മടക്കി വെച്ച്, എന്താ മോനെ എനിക്ക് ഇതാ കറി എടുത്ത് വെച്ചിട്ട് കൊണ്ടുവയ്ക്കാം. വേണ്ട, എനിക്കിനി ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ ഇനി പോയിട്ട് അങ്ങനെ കിടക്കും, എനിക്ക് വേണ്ട അറിയും. അപ്പോൾ അവൻ്റെ കളി ചിരി എല്ലാം അങ്ങ് മാഞ്ഞോയെ. അങ്ങനെ അങ്ങോട്ട് പോകും, ആരോടൊന്നും പറയണ്ട, പോവുകയാണെന്ന് പറയാൻ എണീറ്റ് പോകും. അപ്പോൾ ചെറിയമ്മ പറയും, ബുക്ക് മടക്കിയിട്ട് ചോദിക്കും, അല്ല പിള്ളേരെ നിങ്ങൾ എന്തിത്തെ അതിനെ പറഞ്ഞേ, അതിൻ്റെ വന്ന സന്തോഷമൊന്നും ഇല്ലാണ്ടായല്ലോ, എന്തിത്തെ ഇപ്പം പറഞ്ഞു നിങ്ങൾ രണ്ടാളും കൂടി, ഞാനിട്ട് കേട്ടതുമില്ലേ ഞാനിത് വായിക്കണതിലേക്കായിപ്പോയി എന്നറിയും. അപ്പോൾ ജിഷ ഹലോ, നമ്മളെ ഉണ്ണേട്ടൻ മീനും കൊണ്ട് വന്നതാണ്, നല്ല ചൂടായിട്ടാ പോയത്. ഞാനിവിടുന്ന് നീച്ച് പോണ്ടേ, ആരാ വന്നതെന്ന് അറിയൂല. അപ്പം നമ്മള് കഥ നിർത്താൻ പോവേനി, നിർത്താന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ അത് കഴിഞ്ഞിനി. അപ്പം അവര്
ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ ആർക്കും ഒരു സന്തോഷം ഉണ്ടായില്ല അവൻ അങ്ങനെ പോയപ്പോൾ. അങ്ങനെ മഞ്ജു ഉറങ്ങുമ്പോൾ മഞ്ജുവിന് ഭയങ്കര ഒരു ഇതായിരിക്കും. നാളെ ഇനി പോണ്ടേ, ബാങ്ക് പോണ്ടേ. അവൻ്റെ കൂടെ പോയിക്കളാൻ പറഞ്ഞല്ലോ, അവൻ 10 മണിയാകുമ്പോൾ ഒരുങ്ങി നിന്നോളാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നാളെ അവർ ബാങ്ക് പോകുന്ന വാകാട്ടോ. നമുക്ക് നാളെ കാണാട്ടോ. ടാറ്റാ. നമ്മൾ കുഞ്ഞമത്തി കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ തളയമ്മീൻ കൊണ്ടുവന്നിക്കണം. അത് നമുക്കൊന്ന് മുറിച്ച് മുളകൊക്കെ തേച്ച് നമുക്ക് പൊരിക്കാം. അപ്പം നമ്മളെ ബുക്കൊക്കെ അടച്ച് വെച്ച്, ബുക്കൊക്കെ ഇവിടെ ചാരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരണേ, നമുക്ക് നല്ലത് വരണേ നമ്മളെന്നും പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ വീഡിയോ നിർത്താണ്. വീഡിയോ എത്രയായി എന്നൊന്നും അറിയില്ല. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഉമ്മ, ചക്കരമ്മ, പഞ്ചാരമ്മ, ടാറ്റാ. അപ്പം എല്ലാവരും സുന്ദരന്മാരാണ്. അത് ഇന്നലെ പറഞ്ഞില്ലേ നമ്മള്, അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ. എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ നമ്മളെപ്പോഴും ഹാപ്പിയാണ്.